ഒരു 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിറയൽ നിന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അയ്യോ ചാച്ചൻ്റെ വിറയൽ കുറഞ്ഞല്ലോ, ഇപ്പം പനിക്കുന്നുമില്ലല്ലോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, സ്വർഗീയ അപ്പ മക്കളുടെ കാല് കൊള്ളുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പ്രാർത്ഥന ചെയ്യുമ്പോഴത്തേക്ക് ഒരു 12 മണി സമയമായിട്ടുള്ളൂ. ആ സമയത്ത് ഒരു കാർമേഘം വന്ന് മൂടി. അച്ഛൻ പതുക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഇല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണം ഞങ്ങളോട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മുട്ടുകുത്തി ഈ വന്ന ഓരോരുത്തരുടെയും കാലങ്ങ് ചുംബിക്കാൻ തുടങ്ങി. 3 കുട്ടികളുണ്ടാവും. ആദ്യത്തെ കുട്ടി ആണായിരിക്കും, പിയൂസ് എന്ന് പേരിടണം. രണ്ടാമത്തെ ആഗനസ്, മൂന്നാമത്തെ ജെർത്രൂദ്. ഇത് 6 മാസത്തിനുള്ളിൽ സംഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അച്ഛൻ കുറച്ചു നേരം ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയാം, മോളൊരു കാര്യം ചെയ്യും, കരയുയർത്തി കൈകൾ 2 ഉയർത്തി സ്തുതിച്ചോ, മേമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആകാശപ്രഭുകളുടെ സ്ഥാപകനായ, പാവങ്ങളുടെ അപ്പനായ, അനേകായിരങ്ങൾക്ക് ജീവിതത്തെ പകുത്തു നൽകിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പരിശുദ്ധ കുർബാനയായ ആ മനുഷ്യനെക്കുറിച്ച് ആളുകളൊക്കെ പറയുന്നത് ആ മനുഷ്യൻ ഒരു വിശുദ്ധനായിരുന്നു എന്നാണ്. കുറ്റിക്കിലച്ചനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ തൊട്ടു മുൻപിലാണ് നമ്മൾ ഉള്ളത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കടുവാക്കുളം ഇടവകയിലെ MCBS എമ്മാവൂസ് പ്രൊവിൻസിന്റെ കല്ലറയിലാണ് ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചനെ അടക്കിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. കുറ്റിക്കിലച്ചൻ ആരാണ്? കുറ്റിക്കിലച്ചൻ ഈ തെരുവിലെ മക്കൾക്ക് വേണ്ടി ആശ്രമങ്ങൾ സ്ഥാപിക്കാനുണ്ടായ ഒരു സാഹചര്യം. മാത്യു നായ്ക്കമ്പലച്ചനും കുറ്റിക്കിലച്ചനും മംഗലപ്പുഴ സെമിനാരിയിലെ ബാച്ചായിരുന്നു. പോട്ട ആശ്രമത്തിലെ ദൈവവചന ശുശ്രൂഷ തുടങ്ങിയപ്പോഴേ ദിവ്യകാരുണ്യത്തെ പറ്റി പ്രഘോഷിക്കുവാൻ ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചനെയും ക്ഷണിച്ചിട്ടുണ്ട്. പോട്ട ആശ്രമത്തിലേക്ക് പോകുന്ന വഴി 2 സൈഡിലും ഭിക്ഷാടകരായ മക്കളിരിക്കുകയാണ്. അപ്പോൾ അച്ഛനോട് ഈശോ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ തോന്നണം, മോനെ പോട്ടെ ആശ്രമത്തിലും ആ പള്ളിയിലും അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാനായിട്ട് ഞാൻ ഒത്തിരി പേരെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ആകാശപ്രഭകളായ ഈ മക്കൾ, ഈ ഭിക്ഷാടകരായ മക്കൾ ഇതാ റോട്ടിൽ തന്നെ ഇരിക്കുന്നു, ഇവരോട് വചനം പ്രഘോഷിക്കാനായിട്ട് ആരുമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരോടും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കണ്ടേ. ആ കാര്യം ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചൻ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും അവരെല്ലാവരും കൂടി ഈ ആകാശപ്രഭകളായ മക്കളെ ക്ഷണിച്ചു. അങ്ങനെ ഒരുമിച്ച് കൂട്ടി അവരോട് ദൈവവചനം പ്രഘോഷിച്ചു. ദൈവവചനം കേട്ട് കഴിയുമ്പോൾ അച്ഛൻ ആദ്യം വിചാരിച്ചു എന്ന് പറയുന്നത് ഇവർ അവരുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് തന്നെ അല്ലെങ്കിൽ തിരിച്ചു പൊക്കോളും, നമ്മൾ സാധാരണ ധ്യാനം കൂടിയിട്ട് വീടുകളിലേക്കൊക്കെ പോകുന്ന പോലെ. എന്നാൽ ഈ ഭിക്ഷാടകരായ മക്കൾ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറയാനിടയായി, അച്ഛാ ഇനിയും ഞങ്ങൾ തെരുവിലേക്ക് തന്നെ പോകേണ്ടി വരും. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് അച്ഛൻ തരുന്ന ഭക്ഷണം കഴിച്ച് അച്ഛൻ തരുന്ന എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഞങ്ങൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളാം. ആകാശപ്രഭകളായ മക്കളുടെ ഈ അപേക്ഷ അച്ഛനെ ആശ്രമങ്ങൾ തുടങ്ങാനായിട്ടും അതിനുവേണ്ടി സ്ഥലം അന്വേഷിക്കുവാനായിട്ടും ഇടയാക്കി. ആകാശപ്പറവുകളുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് അച്ഛൻ കുറേ നാൾ ആലപ്പുഴയിൽ തൃക്കുന്നപ്പുഴയിലുള്ള ഒരു പറമ്പിൽ കൂടാരം കെട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ ദിവസവും രാവിലെ അച്ഛൻ ഒരു 2 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ചാപ്പലിൽ കുർബാന ചൊല്ലാനായിട്ട് പോകുമായിരുന്നു. ആ പോകുന്ന സമയത്ത് വഴിവക്കിൽ വെച്ച് ഒരു സഹോദരൻ നിരന്തരമായിട്ട് അച്ഛനെ വഴക്ക് പറയുമായിരുന്നു. കള്ള സന്യാസി പോകുന്ന പോക്ക് കണ്ടില്ലേ, കള്ള ആധ്യാത്മികതയും കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെയും അച്ഛൻ്റെ വീട്ടുകാരെയും സഭയെയും ഒക്കെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ. അച്ഛൻ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഒന്നും പറയാതെ തിരിച്ചു പോകും. എല്ലാ ദിവസവും ഇത് പതിവായി. അച്ഛൻ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല. ഒരു ദിവസം അച്ഛൻ പ്രതികരിച്ചു. അച്ഛൻ കുർബാന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പതിവ് പോലെ ഈ മനുഷ്യൻ നിന്ന് അച്ഛൻ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ നേരെ ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. എന്നിട്ട് ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ അച്ഛന് വല്ലാതെ ദാഹിക്കുന്നടാ, ഒരു ഗ്ലാസ് പാലും വെള്ളം വാങ്ങിച്ചു തരുമോ? അപ്പോൾ അച്ഛൻ പറയുകയാണ്, ആ മനുഷ്യൻ്റെ കണ്ണുകളിലെ ദേഷ്യമൊക്കെ മങ്ങിപ്പോയി. മടക്കി കെട്ടിയിരുന്ന മുണ്ട് അഴിച്ചിട്ട് ഈ മനുഷ്യൻ ചായക്കടയിലേക്ക് ഓടി. അവിടെ ചെന്ന് ചായക്കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ അച്ഛന് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, വേഗം ഒരു പാലും വെള്ളം എടുത്തേ. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഓടിയിറങ്ങി അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് ആ ചായക്കടയിലേക്ക് നടന്നു.
കാഞ്ഞങ്ങാട് ഒരു ദിവസം തപസ് നടക്കുക, തപസ് ധ്യാനം. രാത്രിയിൽ കുർബാന വൈകുന്നേരം 7 മണിക്കാണ് തുടങ്ങിയത്. 7 മണിക്കുള്ള കുർബാന തുടങ്ങി. ആ കുർബാനയും അതിൻ്റെ അകത്തുള്ള ടോക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുർബാന തീർന്നപ്പോൾ രാത്രി 2 മണിയായി. അപ്പോൾ കുർബാനയുടെ ഇടയ്ക്ക് നല്ല സ്തുതിപ്പും ആരാധനയും പാട്ടും ഒക്കെ വന്നു. അപ്പോൾ ഈ 2 മണിയായപ്പോൾ അയലക്കത്തുള്ള ആളുകൾക്കെല്ലാം അതൊരു ഡിസ്റ്റർബൻസായി. ഇവരെല്ലാം കൂടി രാവിലെ ഒരു 10-30 ആളുകൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടായി. പ്രസ്ഥാനം ഇവിടെ നടത്താൻ പറ്റില്ല, ഇതൊക്കെ പറഞ്ഞ് ബഹളായി. അപ്പം ഞങ്ങൾക്കൊന്നും ഇവരോട് എങ്ങനെ എന്ത് പറയേണ്ടതെന്നൊന്നും അറിയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ആകെ സ്റ്റണ്ടായിട്ട് നിന്നു. അച്ഛൻ പതുക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഇല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണം ഞങ്ങളോട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മുട്ടുകുത്തി ഈ വന്ന ഓരോരുത്തരുടെയും കാലങ്ങ് ചുംബിക്കാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ നിന്ന ആളുകളൊക്കെ ഷൂന്നില്ലാതെ ആയിപ്പോയി. അവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഇവർ പരസ്പരം പറഞ്ഞു, ഒരു വൈദികൻ നമ്മുടെ കാല് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇനി നമ്മൾ എന്നാ പറയണേ, ഇനിയിപ്പോൾ എന്ത് ബഹളമാണ് നമ്മൾ ഉണ്ടാക്കണേ, അതുകൊണ്ട് ഇനി ഒന്നും പറയണ്ടാവേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പതുക്കെ മടക്കി കെട്ടി അങ്ങ് പോവുകയും ചെയ്തു. കണ്ണൂർ ചേരി താമസിച്ച ഒരു കുടുംബത്തിലെ 3 കുട്ടികളുണ്ടായിരുന്നു. അതിൽ അപ്പം മരിച്ചു. അച്ഛനോടുള്ള സമയത്താണ് മരിക്കുന്നത്. അത് രോഗാവസ്ഥയിൽ കിടക്കുമായിരുന്നു. അച്ഛനോടുള്ള സമയത്ത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾ പോകാൻ പറ്റാത്ത നമ്മൾ മക്കളുടെ ഒരു അപ്പനാണ്, അപ്പോൾ ആ വീട്ടിൽ തൊട്ടടുത്ത് കണ്ണൂരടുത്താണ്, എന്തായാലും ഞങ്ങൾ പോകണം, അച്ഛൻ അനുവദിക്കണമെന്ന് അച്ഛൻ അച്ഛൻ അനുവദിച്ചില്ല. രാത്രിയായി അച്ഛൻ ഇവിടുന്ന് പുറപ്പെടാൻ തുടങ്ങും. അപ്പോൾ അച്ഛൻ നിങ്ങൾ എൻ്റെ അടുത്ത് പോകാം, ഞാനിപ്പോൾ ആ വീട്ടിലേക്കാണ് വന്നത്, ആ മരിച്ച വീട്ടിലേക്കാണ്. അപ്പോൾ അവരെ സംസ്കരിച്ച് എല്ലാം കഴിഞ്ഞു, ശുശ്രൂഷകളും കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ അവർക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് പോരാന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെയും കൂട്ടി ഇവിടെ ഞങ്ങൾ വെച്ച് അവരുടെ ആ വീട്ടിൽ നിന്ന് വന്ന കുട്ടികളെല്ലാം കൂട്ടി ഞങ്ങൾ പോയി. അപ്പോൾ അവർക്ക് കുറേ കണ്ടത്തിൽ കൂടെ പോകും. രാത്രിയിൽ അച്ഛൻ 2 പേര് താങ്ങി പിടിച്ച് കണ്ടത്തിൻ്റെ കരക്കൂടെ ഇട്ടിട്ടത് അച്ഛനെ ഞങ്ങൾ വീട്ടിലേക്ക് ചെല്ലാം. വീട്ടിൽ ചെന്ന് ചെറിയ കുടിൽ പോലത്തെ വീടാണ്, ഒരു മുറി വീടാണ്. ആ വീട്ടിൽ ഞങ്ങൾ കയറി. അച്ഛൻ ആ വീട്ടിൽ അവർ കിടക്കുന്ന പായൽ അച്ഛൻ കിടന്നു. അവിടെ കിടന്നിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ അതുപോലെ ക്ഷീണം. അവരുടെ ആ വീട്ടിലുണ്ടായിരുന്ന കഞ്ഞി വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ച് കുടിച്ചു. അപ്പോൾ അവിടെ മൂത്ത മകൾക്ക് കല്യാണം കഴിച്ചിട്ട് കുട്ടികളിലാണ് ഇരിക്കുക. 2-3 വർഷമായിട്ട് കുട്ടികളിലാണ് ഇരിക്കുക. അച്ഛനടുത്ത് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും കേൾക്കത്തിന് അച്ഛൻ പറഞ്ഞു, ഈ കുഞ്ഞ് മോൾക്ക് അടുത്ത വർഷം കുഞ്ഞുണ്ടാവുന്നതാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ മോൾ പ്രസവിച്ച് ഒരു കുഞ്ഞുണ്ടായി. കുറ്റിക്കിലച്ഛൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് വരാൻ കാരണം എൻ്റെ അപ്പച്ചൻ തന്നെയാണ്. അപ്പച്ചൻ കുറ്റിക്കിലച്ഛൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അപ്പോൾ ഈ ശുശ്രൂഷയെ അടുത്തറിയാനും ഈ ശുശ്രൂഷയിൽ ഒരു പങ്കാളിയാകാൻ അപ്പച്ചന് സാധിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. ഒരിക്കൽ ഡൽഹിയിൽ ഞാനായിരുന്ന സമയത്ത് ഞാൻ അറിയുകയാണ് എൻ്റെ അപ്പച്ചൻ്റെ അനുജൻ്റെ ഭാര്യ ബ്ലഡ് ക്യാൻസർ രോഗമാണെന്നുള്ളത്. മേമ ഏത് നിമിഷവും മരണമടയാം, എൻ്റെ പേപ്പൻ ഒറ്റയ്ക്കാവും എന്നുള്ളൊരു ചിന്ത എന്നെ ഭയങ്കരമായിട്ട് അലട്ടാൻ തുടങ്ങി. ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. കുറ്റിക്കിലച്ഛനാ. അച്ഛനോട് ചോദിക്കുക, എന്തിനാ മോള് കരയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മേമയുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര സങ്കടം വരിക, അതുകൊണ്ടാണ് കരയണേന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, മേമ സ്വർഗത്തിൽ മാലാകന്മാരുടെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മേമ പോയാൽ കുഞ്ഞുങ്ങൾ 2 തന്നെയാവും, പേപ്പൻ ഒറ്റയ്ക്കാവും, സ്വർഗത്തിൽ മാലാകന്മാർ കുറേ ഉണ്ട് ഈശോയ്ക്ക്, എൻ്റെ മേമ ഇവിടെ ഉണ്ടാവണം എന്ന് ഞാൻ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അച്ഛൻ കുറച്ച് നേരം ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയാം, മോളൊരു കാര്യം ചെയ്യും, കരയുയർത്തി കൈകൾ 2 ഉയർത്തി സ്തുതിച്ചോ, മേമയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ തുടങ്ങി മേമയെ ഓർത്ത്. ഇന്നും മേമ ജീവിച്ചിരിക്കുന്നുണ്ട്. അച്ഛൻ ലിസി ഹോസ്പിറ്റലിൽ ഈ 2 ഓപ്പറേഷത്തിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ കാണാൻ ചെന്നു. ഞങ്ങൾ കലൂർ വാടകയ്ക്ക് താമസിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ചോദിച്ചു, എന്താടാ വിഷമമെന്ന് ചോദിച്ചു. നിങ്ങളെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, ഈശോ പറയുന്നുണ്ടല്ലോ എന്തോ വിഷമമുണ്ട്, മുട്ടുകുത്ത്, എന്താണ് വിഷമമെന്ന് നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരുടെയും തലക്ക് വീഴിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ചോദിച്ചു, കുട്ടികളില്ലല്ലേ? കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നു, 3 കുട്ടികളുണ്ടാവും. ആദ്യത്തെ കുട്ടി ആണായിരിക്കും, പിയൂസ് എന്ന് പേരിടണം. 2ാമത്തെ ആഗനസ്, 3ാമത്തെ ജെർത്രൂദ്. ഇത് 6 മാസത്തിനുള്ളിൽ സംഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റേ മാസം തന്നെ പുള്ളിക്കാരത്തി പ്രഗ്നൻ്റായി. തൻ്റെ ലാളിത്യവും എളിമയുമാണ് എന്നെ ആകർഷിച്ചത്. കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, കാല് ചുംബിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ അന്നും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അച്ഛൻ കൂടെ കൊണ്ടുപോയി നടന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ അച്ഛൻ പോകുന്ന യാത്രയിൽ അച്ഛൻ്റെ കൂടെ കൊണ്ടുപോവുകയും തെരുവിലെ മക്കളിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കണമെന്ന് പറയാം. ഈ സെല്ലിലായിരിക്കുന്ന മക്കളുടെ അടുത്തേക്ക് രാത്രിയിലൊക്കെ അവർ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്ന ആ സ്ഥലത്ത് അവിടെ തന്നെ കിടന്നുറങ്ങണം, അവരോട് കൂടെ ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ മക്കളിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കുവാനും ഒക്കെ സാധിച്ചത് ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ്. ഭിക്ഷാടനത്തിലൂടെ മലയാറ്റൂർ മലയിലേക്ക് പോവുക.
ഒരു വീട്ടിൽ പോകുമ്പോൾ 2 ആൾ കൂടെ പോകും. അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കും, ഒരാൾ ചോദിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ഒന്നും അവിടെ മുറ്റത്ത് നിന്ന് തരും. അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന ഭക്ഷണം മേടിച്ചുകൊണ്ട് പോരും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി സ്ഥലത്ത് ഒന്നിച്ച് കൂടി അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തർ പങ്കുവെച്ച് കഴിക്കുക. അതായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് അന്നൊരു വിഷുവിൻ്റെ ദിവസമായിരുന്നു. അന്ന് രാവിലെ ഈശോ പറഞ്ഞു, പിഷാടൻ കൂട്ടം കൂടിയല്ല, ഒറ്റയ്ക്കാണ് പോകണത്. അപ്പോൾ ഒറ്റയ്ക്ക് പോയെങ്കിൽ പിഷാടൻ ഒറ്റയ്ക്ക് കിട്ടുന്ന അനുഭവം നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അത് അച്ഛനായിട്ട് പങ്കുവെച്ചപ്പം അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇനി മുതൽ അങ്ങനെ ചെയ്യുക. കിട്ടുന്നവർ കിട്ടുന്ന വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഉണ്ടാ ഒരു തിക്താനുഭവമുണ്ട്, പരിഹാസങ്ങളൊക്കെ കിട്ടുക. അതൊരു വലിയ അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ദിവസം 4-ാമത്തെ ദിവസമാണ് ഈ മലയാറ്റം ദിവസം. പക്ഷേ പോയ പോക്ക് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഒത്തിരി ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാനൊന്നും കിട്ടാനില്ല. കണ്ടത്തിലെ വെള്ളമേ ഉള്ളൂ. ആ വെള്ളത്തിന് ഭയങ്കര ഈ പ്രത്യേക ചൊവയുണ്ട്. ഈ ചേറിൻ്റെ ഒക്കെ പ്രത്യേക ചൊവയുണ്ടല്ലോ. ആ ചൊവ അച്ഛൻ വ്യഞ്ചരിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. ഈശ്വര നാമത്തിൽ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വെള്ളം നല്ല രുചിയുള്ള വെള്ളമായി തീർന്നു. ഞങ്ങൾ എന്നിട്ട് ചട്ടിക്കകത്ത് കോരി ഒഴിച്ച് കുടിക്കുമായിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. പിന്നീട് ഉണ്ടായതാണ് ഈ ഞങ്ങൾക്ക് പിന്നെ വിശന്നപ്പോഴത്തേക്ക് ഭക്ഷണം കിട്ടാൻ അവിടെ അടുത്ത് കാലടി പ്ലാന്റേഷൻ വീടുകളൊന്നുമില്ല. അങ്ങനെ നടക്കും. കുറേ കശുമാന്തോപ്പാണ്. ആ കശുമാന്തോപ്പിൽ ഒത്തിരി കശുമാമ്പഴം വീണ് കിടപ്പുണ്ടായിരുന്നു. അതും ഞങ്ങളതെല്ലാം കഴിച്ചു. ആ കൂടെ ചിലപ്പോൾ പുഴുക്കൾ കാണും. എങ്കിൽ പോലും വിശപ്പിൻ്റെ കാര്യം കൊണ്ട് ആ പുഴുവൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുമായിരുന്നു. ഓരോരുത്തരും കുരിശ് വഹിക്കുമ്പോൾ ഒറ്റയ്ക്ക് വരച്ചുകൊണ്ട് അപ്പോൾ അച്ഛൻ്റെ കുരിശ് അച്ഛൻ വഹിക്കാൻ നിങ്ങളൊരു സന്ദേശം പോലെ പറഞ്ഞു. അച്ഛൻ അത് സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അച്ഛൻ്റെ സഞ്ചി ഉപയോഗിച്ച് നടക്കുന്നു. അങ്ങനെയൊക്കെ മഴ പെയ്യുന്നു. മഴ പെയ്തോടിയപ്പോഴത്തേക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പുറകിൽ മഴ, 2 സൈഡിൽ മഴ. അപ്പം മക്കളെ നനയുന്നതിന് ഞങ്ങൾക്ക് വിഷമമില്ല, ബൈബിള് നനയുന്ന ഞങ്ങൾക്ക് വിഷമമുണ്ട് അപ്പാന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ മഴ പെട്ടെന്ന് ശാന്തമായി. ഞങ്ങൾക്ക് മുമ്പിലും 2 സൈഡിൽ മഴയുണ്ട്. ഞങ്ങൾ മുമ്പോട്ട് പോകുന്നിടത്ത് മഴയില്ലാത്ത അനുഭവം. ആ മലയാറ്റിൽ നിന്ന് അന്ന് അവിടെ തീർത്ഥാടകരാകുന്ന ആൾക്കാരെല്ലാം നോക്കിക്കാറ് ഞങ്ങളിങ്ങനെ കയറി ചെല്ലുന്നതും ഈ മഴ നനയാതെ ചെല്ലുന്നതൊക്കെ. ഈ റീഹാബിലിറ്റേഷൻ്റെ മിനിസ്ട്രി എന്നെ ഏൽപ്പിക്കുമ്പോൾ അച്ഛൻ അതായത് പൂർണ്ണമായി ദൈവത്തിനെ ആശ്രയിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക അനുഭവത്തോടെയായിരുന്നു. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഞാനിങ്ങനെ ഈ മക്കളെയും കൊണ്ട് അവിടെ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ്റെ ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചത് ഇന്ന സ്ഥലത്ത് കിടക്കണം. അപ്പോൾ അച്ഛൻ എല്ലാ ഡയറക്ഷൻ അച്ഛൻ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ രാജസ്ഥാനിൽ മക്കളെയും കൊണ്ട് പോയ സമയത്ത് അവിടെ വെച്ചിട്ടൊരു ഞാൻ വീട്ടിൽ കൊണ്ടാക്കാനായിട്ടുള്ള ഒരു സഹോദരി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അവൾ വീട്ടിലെത്തുമ്പോൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് മിസ്സായിപ്പോയി. ആ സമയത്ത് ഞാൻ ഈ കുറ്റിക്കിളച്ചനെ പല പ്രാവശ്യം ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ അച്ഛൻ എന്നോട് സംസാരിക്കാനായിട്ടല്ല കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് വലിയൊരു പ്രതിസന്ധിയുടെ സമയമായിരുന്നു. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം അറിയാത്തൊരു സമയമായിരുന്നു. പിന്നീട് ഞാൻ എന്നിട്ട് കുറ്റിക്കിളച്ചനെ എനിക്ക് ഫോണിൽ കിട്ടുമോ സംസാരിക്കാനോ സാധിച്ചില്ല. രാജസ്ഥാനിൽ തിരിച്ചു വന്നു. അങ്ങനെ അച്ഛനെ കാണാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞൊരു പല പ്രാവശ്യം അച്ഛൻ ഒഴിഞ്ഞു മാറുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, അച്ഛൻ ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ച അച്ഛനിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എനിക്ക് വളരെയേറെ വിഷമത്തിനിടയായി. അങ്ങനെ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, മോളെ ഈ ശുശ്രൂഷ ദൈവരുവാനയിൽ ആശ്രയിച്ചാണ് നീ മുന്നോട്ട് പോകേണ്ടത്. ഇത്രയും നാൾ നീ കുറ്റിക്കിളച്ചനെ ആശ്രയിച്ചു. ഈ ശുശ്രൂഷ എൻ്റെ മരണശേഷവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നീ ദൈവത്തിൽ ആശ്രയിച്ചാണ്. അത് പരിശീലിപ്പിക്കാനായിട്ടാണ് 1 മാസത്തേക്ക് നിന്നോട് സംസാരിക്കാനോ നിനക്കൊരു നിർദ്ദേശം തരാനോ ഞാൻ തയ്യാറാകാതിരുന്നത്. ഞാൻ ആകാശപ്പറവയിൽ ഏകദേശം 2 വയസ്സ് മുതൽ ഇപ്പോഴും ആശ്രമത്തിൻ്റെ കെയർ ഓഫിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ 3 പേരും കുറ്റിക്കിളച്ചൻ കുഞ്ഞിൽ അതായത് ഞങ്ങളുടെ പാരൻസ് സ്ട്രീറ്റിലായിരുന്ന സമയത്ത് ഞങ്ങളെ അവരോട് സംസാരിച്ച് ഞങ്ങളെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കും. ഇപ്പം ഞാൻ MSW കംപ്ലീറ്റ് ചെയ്ത് ഇതേ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നു. കുറ്റിക്കിളച്ചൻ വയ്യാതിരിക്കുന്ന സമയത്ത് അച്ഛനെ ഞാൻ കണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറ്റിക്കിളച്ചൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ആ സമയത്ത് എന്തോ ഞാൻ ഭയങ്കരമായിട്ട് കരയായിരുന്നു. കാരണം എനിക്കെന്തോ അറിയില്ല. അച്ഛനെ നോർമലി എപ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് അച്ഛൻ താമസിക്കുന്ന അതേ സ്ഥാപനത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ അച്ഛൻ എന്നും എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് വീക്കെൻഡ് കഴിയുമ്പോൾ പോകാറ്. പക്ഷെ അന്ന് എന്തോ എന്നെ കുറ്റിക്കിളച്ചൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും ഞാൻ അന്ന് ചിന്തിച്ചില്ല. പക്ഷേ പിന്നീട് ഞാൻ ആ സ്ഥാപനത്തിലേക്ക് വരുന്നത് കുറ്റിക്കിളച്ചൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടുകൊണ്ടാണ്. അച്ഛൻ്റെ ശരീരം ഇല്ലാതായാലും ആത്മാവിൻ്റെ സാന്നിധ്യം പൂർണ്ണമാക്കി തരുന്ന ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രകടമായി കിട്ടി. എനിക്ക് യാദൃച്ഛികമായിട്ടൊരു ദിവസം പനി പിടിപെട്ടു. പനി പിടിപെട്ടെങ്കിലും ഞാൻ സാധാരണ രീതിയിലുള്ള ഒരു ഡോളോയും ഒക്കെ കഴിച്ച്
വിശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏകദേശം ഒരു 2 മണി കഴിഞ്ഞപ്പം എന്നെ വല്ലാതെ വിറച്ച് പനിക്കാൻ തുടങ്ങി. തുള്ളപ്പനിയായിട്ട് വന്നു. ആ വിറയൽ അങ്ങനെ കുറയുന്നില്ല. പെട്ടെന്നൊരു പ്രചോദനം പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നു, എൻ്റെ അച്ഛനോടൊന്ന് പറയാം. ഞാൻ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കുറ്റിക്കലച്ഛ എന്നെ ഒന്ന് വന്ന് തൊട്ടേ. അപ്പച്ചൻ ചാച്ചനാ പറയുന്നത്, എന്നെ പനിച്ച് വിറയ്ക്കുന്നു, അച്ഛനൊന്ന് തൊട്ടാൽ മതി, എൻ്റെ പനി മാറും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാനൊരു സ്വല്പനേരം പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിറയൽ നിന്നു. അപ്പോൾ ഞാൻ ഭാര്യ പറഞ്ഞു, അയ്യോ ചാച്ചൻ്റെ വിറയൽ കുറഞ്ഞല്ലോ, ഇപ്പോൾ പനിക്കുന്നുമില്ലല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കുള്ള ക്ഷീണവും മാറി, എൻ്റെ പനിയും മാറി, എൻ്റെ ആ വിറയലും നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പൻ എന്നോടൊപ്പം ഉണ്ടെന്നും ഇന്നും ജീവിക്കുന്ന അച്ഛനാണെന്നും എനിക്ക് ബോധ്യമായ ഒരു നിത്യസത്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ അനുഭവം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.